അങ്ങനെ 6ാമത്തെ പ്രാവശ്യം ഞാൻ അതേ സ്ഥലത്തേക്ക് തന്നെ ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണെന്നല്ലേ? മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. എന്റെ 14ാമത്തെ വയസ്സ് വരെ തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകൾ കൈവിരലുകളിൽ എണ്ണി ഞാൻ നടക്കുമായിരുന്നു. കാരണം ഞാൻ ഇവിടെ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്റെ വിഷമം കണ്ടിട്ടാവണം പടച്ചോൻ 10ാം ക്ലാസ്സിലെ ട്രിപ്പ് ഊട്ടിയിലേക്ക് ആക്കാൻ തീരുമാനിച്ചത്. മിക്സഡ് സ്കൂളിൽ നിന്നുള്ള അവസാനത്തെ യാത്ര എന്ന് സത്യം ചെയ്തിട്ടാണ് വീട്ടിലെ കാരണവരുടെ സമ്മതം വാങ്ങിയത്. മൊബൈൽ ഫോൺ പോലും അലൗഡ് അല്ലാത്ത സമയം. ലൈഫിൽ ആദ്യമായിട്ട് 1 നൈറ്റ് സ്റ്റേ ഉള്ള യാത്ര. അന്നത്തെ 14കാരിയുടെ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായി. സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് എന്നും പ്രാർത്ഥിച്ചിരുന്നത് എന്റെ ടൂർ കഴിയുന്നത് വരെ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേന്നാണ്. ഉറങ്ങാത്ത രാത്രിയുടെ ക്ഷീണമൊന്നും വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഉണ്ടായിരുന്നില്ല. അതിന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നീട് +1 പഠിക്കാനായി വീട്ടുകാർ കോഴിക്കോട്ടേക്ക് നാട് കടത്തിയ ഉസ്താദുമാരുടെയും പർദ്ദയുടെ ഒക്കെ സംരക്ഷണത്തിൽ ആ അധ്യയന വർഷത്തിലും 1 ഡേ ട്രിപ്പ് പോയത് ഇതേ ഊട്ടിയിലേക്കാണ്. കറുത്ത പർദ്ദയിട്ട് വരിവരിയായി പോയിരുന്ന ഞങ്ങളെ നോക്കി നേത്രാവതി എക്സ്പ്രസ് എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു മലയാളിക്കാക്കാനെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സ്ഥലങ്ങളെല്ലാം കണ്ട് വൈകിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആരും കാണാണ്ട് എന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുണ്ടായിരുന്നു. മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് ഏറ്റവും സന്തോഷിച്ച നിമിഷങ്ങൾ ഓർത്ത്, ദൂരത്തിലായി പോയ എന്റെ കൂട്ടുകാരെ ഓർത്ത്. അതൊരു തിരിച്ചറിവായിരുന്നു. ലൈഫിൽ സന്തോഷമായാലും സങ്കടമായാലും ഒന്നും സ്ഥിരമല്ല എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ സ്ഥലം എനിക്ക് എന്നും സ്പെഷ്യലാണ്. പുതുതായി കാണാൻ ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ വഴികളും തണുപ്പും പൂക്കളും ഒക്കെ എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല. ഇന്ന് കേരളത്തിനകത്തും പുറത്തും ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. എന്നാലും നാളെ ഒന്നുകൂടെ ഊട്ടിയിലേക്ക് പോയാലോ എന്ന് ചോദിച്ചാലും ഞാൻ റെഡിയാണ്. ഇങ്ങോട്ടേക്ക് വണ്ടി കയറുമ്പോൾ ഞാൻ ആ പഴയ 10ാം ക്ലാസ്സുകാരി തന്നെയാണ്.